കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ വിപണിയും സജീവമായിരിക്കുന്നു. കോഴിക്കോട് മിഠായി തെരുവിലടക്കം സാധാരണ എത്താറുള്ളതിലും 10 മടങ്ങ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ സെയിൽസ് കോഴിക്കോട് കമ്പോളത്തിലൊക്കെ നടക്കുന്നതും ഈ സമയത്താണ്. ദീപക് ധർമ്മടം ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഒരു പെരുന്നാളിൻ്റെ ഒരുക്കത്തിലാണ്. അതായത് അതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐതിഹ്യം പറയുമ്പോൾ, ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയുമാണ് ഈ ബലിപെരുന്നാൾ. അതായത് ഇബ്രാഹിം നബിക്ക് എത്രയോ പ്രായം ചെന്നതിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്, ഇസ്മായിൽ നബി. അങ്ങനെ ഇസ്മായിൽ നബി അദ്ദേഹം ബലി സമർപ്പിക്കണമെന്ന് അള്ളാഹു പറയുന്നു. അദ്ദേഹം അതിന് തയ്യാറാവുന്നു. ആ തയ്യാറായ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ആത്മസമർപ്പണത്തിൽ സംപ്രീതനായിട്ട് ആടിനെ ബലി നൽകാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് പോകുന്നു. അതായത് ഇതിൻ്റെ ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ അത് ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ള ആശയം തന്നെയാണ്. എന്നാൽ അതിനുശേഷമുള്ള വലിയ രീതിയിലുള്ള ആഘോഷമാണ്. ഇപ്പം നേരത്തെ ജലീൽ പറഞ്ഞു, അറഫാ സംഗമത്തിന് ശേഷമുള്ള പെരുന്നാളാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ ആഘോഷമാണ്. മലബാറിൽ പ്രത്യേകിച്ചും പെരുന്നാൾ വലിയ ആഘോഷമാണ്. കെങ്കേമമായാണ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ മേഖലകളിലെല്ലാം ആഘോഷിക്കുന്നത് എസ്. അതുകൊണ്ട് തന്നെ നേരത്തെ എസ് പറഞ്ഞ പോലെ വിപണിയും ആ രീതിയിൽ തന്നെ ഒരുങ്ങും. കോഴിക്കോട് SM സ്ട്രീറ്റിലാണുള്ളത്. SM സ്ട്രീറ്റ് ഉണർന്നു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും വലിയ തിരക്കാവും എസ്. അതൊക്കെ നമുക്ക് അപ്പം പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. നാളെ പള്ളികളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം ഉണ്ടാകും. രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം പ്രത്യേക ഈദ്ഗാഹുകൾ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നാളെ ചാലിയം വലിയ പള്ളിയിലാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ, ഇങ്ങനെ വിവിധ മതപണ്ഡിതരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള ഈദ്ഗാഹുകൾ നടക്കും എസ്. ഏതായാലും മലബാറിനെ സംബന്ധിച്ചിടത്തോളം, പൊതുവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ കെങ്കേമമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് എസ്. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.